ഇന്ന് ഈ ഘട്ടത്തിൽ ഈ നിമിഷം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പത്മജ വേണുഗോപാൽ എന്ത് പറയുന്നു, എന്ത് പറയും എന്നറിയാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ പ്രതിനിധി പി ബസന്ത് പത്മജ വേണുഗോപാലുമായി അല്പസമയം മുൻപ് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. കോൺഗ്രസ് അവഗണിച്ചു എന്നാണ് പത്മജ പറയുന്നത്. പാർട്ടിക്കാരാണ് തൃശൂരിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത്. ബി.ജെ.പിക്ക് മുന്നിൽ ഒരു ആവശ്യവും വെച്ചിട്ടില്ല, അവരും ഒരു വാഗ്ദാനവും നൽകിയിട്ടില്ല. ചാലക്കുടിയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം നിലവിൽ എടുത്തിട്ടില്ല എന്നും പത്മജ. മാഡം, ഇത് ഈ തീരുമാനം എടുത്തത് എപ്പോഴാണ് ബി.ജെ.പി ജോയിൻ ചെയ്യാൻ? അല്ല, ബി.ജെ.പി ജോയിൻ ചെയ്യാൻ അടുത്ത് തന്നെ എടുത്തുള്ളൂ. പക്ഷെ ഈ പാർട്ടിയിൽ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഇലക്ഷനോട് കൂടി എടുത്ത തീരുമാനമാണ്. കാരണം ഇവര് പറയില്ല എനിക്ക് അത് തന്നു ഇത് തന്നു എന്നൊക്കെ. അതൊക്കെ എത്ര മാത്രം എന്നെ ഇട്ടിട്ട് നടത്തി എന്നെ നാണം കെടുത്തിയിട്ടൊക്കെയാ. എനിക്ക് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ വൈസ് പ്രസിഡന്റായിരുന്ന എന്നെ നേരെ താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ലീഡർഷിപ്പിലെ ഒരാളെ ഞാൻ പറ്റി കംപ്ലൈന്റ് പറഞ്ഞത് അവർക്ക് പിടിച്ചില്ല. അതുകൊണ്ട് ആൾക്ക് കൊടുക്കണ്ട, എന്നാ പിന്നെ ഞാനും വേണ്ട. അവരെയും എന്നെയൊക്കെ കമ്പയർ ചെയ്യുക ഒരേ മാതിരി എന്ന് പറയുമ്പോ അതെന്നെ ഒരു അപമാനമാണ്. എന്നാലും ഞാൻ പോട്ടെ, ഞാൻ മിണ്ടിയില്ല. 3 കൊല്ലം വെറും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഞാൻ പറഞ്ഞ തൃശ്ശൂര് ഒരു പോസ്റ്റ് വെച്ചാൽ പോലും അവിടെ പത്മജി ഉണ്ടാവില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ എന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അറിയാം. എന്നിട്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ അതോ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ ഈ ഒരു അവഗണന ഉണ്ടായത്? എല്ലാവരും അതിൽ ആകെ ഞാൻ പറഞ്ഞില്ല, എന്നോട് ഇത്തിരി സിമ്പതി കാണിച്ചത് ആകെ KPC പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. KPC പ്രസിഡന്റ് എന്നെ പലപ്പോഴും സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പോലും പല സമയത്തും നിസ്സഹായനായി പോണത് ഞാൻ കണ്ടു. അപ്പൊ അല്ലാണ്ട് വേറെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളുടെ എതിരെ നിന്ന് അപമാനിക്കലായിരുന്നു. ഞാൻ എല്ലാം സഹിച്ചു നിന്നു എന്റെ അച്ഛന്റെ മന്ദിരം പണിയെന്നുള്ളൊരു ആഗ്രഹത്തില്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അതും നടക്കില്ല. അപ്പൊ മരിക്കുന്നതിന് മുമ്പും അച്ഛന് സങ്കടം, മരിച്ചു കഴിഞ്ഞിട്ടും അച്ഛനെ അവമാനിക്കുന്ന രീതി എനിക്ക് കോൺഗ്രസ് അർഹമായ എല്ലാ പരിഗണനയും തന്നു എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ചിരി വരുന്നു. ശരിയാണ്, ആദ്യം സീറ്റ് തന്നപ്പോ 20 പേരില് 19 പേരും കോൺഗ്രസ് തോറ്റ സമയം എനിക്ക് തന്നത്. ഞാൻ ഒരാളായിട്ട് ജയിക്കാനുള്ള ഇതൊന്നും അന്ന് ആകെ ചെയ്യാമത് മാത്രമേ ജയിച്ചുള്ളൂ. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഇലക്ഷൻ സീറ്റ് തന്നപ്പോ ഇടതുപക്ഷ തരംഗം. എന്നിട്ടും ഞാൻ ഈ ലാസ്റ്റ് ഇലക്ഷന് ഞാൻ ജയിച്ചേനു. പക്ഷെ 2 ഇലക്ഷനും എന്നെ തോപ്പിച്ച് ഞാൻ വ്യക്തമായിട്ട് ലിസ്റ്റ് എന്നെ വല്ലാണ്ട് പറഞ്ഞാൽ ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് അങ്ങ് തരാം ആരൊക്കെയാന്നുള്ളത്. എന്നിട്ട് അതില് ഞാൻ ഒരാളെ ഒരു കാരണവശാലും കൊടുക്കല്ലേ എന്ന് പറഞ്ഞതാ അടുത്ത പോസ്റ്റിലേക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമതൊരാളെ കൊടുത്തോ, എനിക്ക് ആര് കൊടുത്താലും കുഴപ്പമില്ല, ഇത് കൊടുത്താൽ ഞാൻ അപമാനിക്കപ്പെടുന്നു പറഞ്ഞപ്പോ അത് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് അവര് കൊടുത്തു. കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ജയിക്കാൻ കഴിയുന്ന ഉറച്ച സീറ്റുകളാണ് തന്നിരുന്നത്. പക്ഷെ അവിടെ പരാജയപ്പെട്ടത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ സഹോദരനും അത്തരത്തിലൊരു പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് പിന്നെ അവരെന്തും പറയല്ലോ, അവര് തന്നെ തോൽപ്പിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ പല പാർട്ടിക്കാരെ എനിക്ക് വോട്ട് ചെയ്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇത്തിരി മാന്യമായിട്ട് വെറും 900 വോട്ടിനാണ് തോറ്റത്, കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടിന് അല്ലേ. എന്നിട്ട് അത് ഞാൻ പറഞ്ഞതിന് എനിക്ക്, കാരണം നമുക്കറിയാം വ്യക്തമായിട്ട്. ഒരു ഇലക്ഷനൊക്കെ ഞാൻ പോകുമ്പോ അവിടുത്തെ ചില മണ്ഡലം പ്രസിഡന്റ്മാര് ഒരാഴ്ച മുമ്പ് മണ്ഡലം പ്രസിഡന്റ്മാരെ മാറ്റി, അവർ മുഴുവൻ എനിക്കെതിരായി. പിന്നെ ഒരാളും വണ്ടി കയറാണ്ടായി. ഇങ്ങനെയൊക്കെ ഒരു ഇലക്ഷൻ നടത്തിയിട്ടും വെറും 900 വോട്ടിന് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്റെ കൂടെ ഒന്നുണ്ടല്ലേ. അതെ അതെ. ഇതിൽ വേറൊന്നും പറയുന്നത്, ലീഡർ അതായത് സാർ ഒരിക്കലും പിന്നെ ബി.ജെ.പിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം മകളുടെ ഭാഗത്തുനിന്ന് വരുന്നതിനെ അംഗീകരിക്കില്ല കോൺഗ്രസ് പ്രവർത്തകർ, അല്ലെങ്കിൽ അതെ. എന്റെ അച്ഛൻ ഏറ്റവും ഫൈറ്റ് ചെയ്തത് LDF-നോടാണ് അല്ലേ. അന്നൊന്നും ബി.ജെ.പി ശക്തമായിട്ടില്ലാത്ത സമയമായിരുന്നു. അന്ന് LDF-ഉം അച്ഛൻ ഫൈറ്റ് ചെയ്ത LDF-ന് അച്ഛൻ കൈ കൊടുത്തില്ലേ അവസാനം? അതിനാർക്കും കംപ്ലൈന്റ് ഇല്ലേ? അപ്പൊ ഞങ്ങളുടെ സഹോദരൻ ആ ഒരു പരാമർശമാണ് ഉന്നയിച്ചത്, അതായത് ബി.ജെ.പിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മുരളിയേട്ടന്റെ മാതിരി പല പാർട്ടി പോയി വന്ന ആളല്ല. ഞാൻ ഈ പാർട്ടിയിൽ ജനിച്ചപ്പോ തൊട്ട് ഇത്രയും വയസ്സ് വരെ നിന്ന ഒരാളാണ്. എന്റെ അച്ഛൻ പോയിട്ട് പോലും ഞാൻ പോയിട്ടില്ല. എന്നെ പറയാൻ മുരളിയേട്ടന് ഒരു ഇതില്ല. ബാക്കി ആര് വേണേ പറഞ്ഞോട്ടെ, മുരളിയേട്ടന് അത് പറയാനുള്ള അവകാശമില്ല. വേറൊരു പരാമർശം വന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ED ഭയക്കുന്നത് കൊണ്ടാണ്. ഭർത്താവിനെ ED ചോദ്യം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആരോപണങ്ങൾ
എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ ഇൻകം ടാക്സ് കമ്മീഷണർ ആയിരുന്നു. ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ ആയിരുന്നു. അന്വേഷിച്ചറിയാം. എന്റെ ഹസ്ബൻഡും ഈ ഇൻകം ടാക്സിന് സിൽവർ കാർഡ് ഉണ്ട് ആൾക്ക്. നല്ലോണം ഇത് അടയ്ക്കുന്നതിന് നിങ്ങൾക്ക് അന്വേഷിക്കാലോ വേണമെങ്കിൽ. ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്താണെന്നുള്ളത് അവരോട് അറിഞ്ഞൂടെ? അതെ 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 അല്ല, ഈ ചാലക്കുടി സീറ്റിൽ മത്സരിക്കുന്നുണ്ടോ? ഏതാ? ഇല്ല, ചാലക്കുടി ഒന്നും അവര് പറഞ്ഞിട്ട് പോലുമില്ല. ഞാൻ മത്സരിക്കാൻ ഞാനൊന്നും അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ട് പോലുമില്ല. സത്യം പറഞ്ഞ താല്പര്യമില്ല. അതിലൊക്കെ നേരത്തെ ഒരു പ്രിപ്പറേഷൻ വേണം. പെട്ടെന്ന് പോയി നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്തെങ്കിലും ഡിമാൻഡ് വെച്ചിരുന്നോ അതോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒരു ഡിമാൻഡും വെച്ചിട്ട് മനസ്സമാനായിട്ട് ജോലി എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ശരി. പി ബസന്താണ് പത്മജ വേണുഗോപാലുമായി വിശദമായി തന്നെ സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മറുപടി. എന്തുകൊണ്ട് കോൺഗ്രസ് വിടുന്നു, എന്തുകൊണ്ട് BJP-യിൽ ചേരുന്നു, തന്നെ വിമർശിക്കുന്നവർക്കുള്ള മറുപടി എല്ലാം കൃത്യമായി ബസന്തിനോട് പത്മജ പറയുന്നുണ്ട്. ബസന്ത് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ബസന്ത്, എല്ലാവരും കാത്തിരുന്നത് പത്മജയ്ക്ക് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളതായിരുന്നു. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാതായത് മുതൽ തന്നെ അഭ്യൂഹങ്ങളൊക്കെ ശക്തമായിരുന്നു. ഇപ്പോൾ അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. നോക്കി, അനിൽ ആന്റണി പോയ സമയത്ത് ഒരു ഫേസ്ബുക്കിൽ ഒരു വിശാലമായ ഒരു കുറിപ്പ് പത്മജ വേണുഗോപാൽ ഇട്ടിരുന്നു. കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ ഇണക്കവും പിണക്കവും ഉണ്ടാകും, പക്ഷേ ആ പിണക്കങ്ങളെ കാര്യമായി കാണാതെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വലുതാകുന്നത്. നേതൃത്വം അതിനിടപെടണം. ഇത് 2023 ഏപ്രിൽ 7 എഴുതിയ ഒരു പോസ്റ്റായിരുന്നു. അതിൽ അന്ന് അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം കാര്യം കൂടി ആയിരുന്നു എന്ന് ഒരുപക്ഷെ ഇന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. തീർച്ചയായും പ്രധാനമായും പത്മജ പറയുന്നത് അവർക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേരിടുന്ന ഒരു അവഗണനയെക്കുറിച്ച് തന്നെയാണ്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു വലിയ വിഷയം അവർ ഉന്നയിക്കുന്നുണ്ട്. 900 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അത് പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെയുള്ള ഒരു അട്ടിമറിയായിരുന്നു എന്നുള്ളൊരു വികാരം അവർക്കുണ്ട്. മാത്രമല്ല, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന തന്നെ എക്സിക്യൂട്ടീവിലേക്ക് തരം താഴ്ത്തുന്ന ഒരു നിലപാട് പാർട്ടി സംസ്ഥാന നേതൃത്വം എടുക്കുകയും ചെയ്തിരുന്നു. അത് സഹിച്ചുകൊണ്ട് തന്നെ ഏകദേശം 3 കൊല്ലത്തോളം ഞാൻ തുടരുകയും ചെയ്തു. പക്ഷേ ഒരാളെ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ അതിലൊരു തർക്കം ഉന്നയിച്ചിരുന്നു. അവരെ നിയമിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് അവരെ നിയമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു ഇതുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ തന്നെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് പാർട്ടിയിൽ നേരിട്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ BJP-യിലേക്ക് ഒരു ചേക്കേറുന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ പത്മജ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം പത്മജ വ്യക്തമാക്കിയത്, ഈ സഹോദരനും അതോടൊപ്പം തന്നെ ഇപ്പോൾ പാർട്ടിയും ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. മുരളിയെക്കുറിച്ച് പറഞ്ഞത്, മുരളീധരനെക്കുറിച്ച് പത്മജ പറഞ്ഞത്, സഹോദരൻ പോയ പോലെ വിവിധ പാർട്ടികളിലൊന്നും ഞാൻ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. അന്ന് അച്ഛനോടൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത് എന്ന് തന്നെയാണ് പത്മജ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ BJP-യുമായി എന്തെങ്കിലും ഒരു വിലപേശലോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ നടന്നതായിട്ടുള്ള സൂചനകളൊന്നും തന്നെ പത്മജ പറയുന്നില്ല. ഇപ്പോൾ ചാലക്കുടിയിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും അത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല. പെട്ടെന്ന് പോയി മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് പറയുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി തീരുമാനിക്കുന്ന കണക്കായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ നീങ്ങുക. മറ്റൊന്ന്, ഞാനായിട്ടൊരു വാഗ്ദാനം അവരുടെ ഭാഗത്തു നിന്നൊരു വാഗ്ദാനം എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. ഞാനായിട്ടൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് പത്മജ പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനിൽ ആന്റണി പോയപ്പോൾ പത്മജ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, അതായത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളത്, അത് ഒരു മുന്നറിയിപ്പായിട്ട് എടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ്. അവഗണന തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ശരി ബസന്ത്.